BS6 വെർഷൻ ഹോണ്ട ഹോണറ്റിൽ USD ഫോക്സും പുതിയ എഞ്ചിനും സ്റ്റൈലിംഗ് അപ്ഡേറ്റ്സുകൾക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 150cc കംഫർട്ട് സെഗ്മെൻറ്റിൽ നിന്ന് ഹോണറ്റ് 160R പകരം പുതിയ ഹോണറ്റ് 2.0 ഇരിക്കുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ 200cc സെഗ്മെൻറ്റിലാണ്. യു ആർ വാച്ചിങ് ഓട്ടോ ബീയിങ് ലെറ്റ്സ് ബ്രീത്ത് ഓട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഗോൾഡൻ USD ഫോക്സ് ആണ്. ഇത് ബൈക്കിനൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. ഓൾ LED ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പ് 160R ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹെഡ് ലാമ്പിനകത്ത് LED DRLs കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ വിസിബിലിറ്റി ഡീസൻ്റ് ആണ്. കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആവുമായിരുന്നു. പെറ്റൽ ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഇതിൽ ABS വരുന്നത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇത് വളരെ വലിയ കുറവായിട്ട് തോന്നി. 17 ഇഞ്ച് വീൽസിൽ MRF ടയർസാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി കളറാണ് എഞ്ചിൻ കൗളിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. ക്രാഷ് ഗാർഡ് ആക്സസറിയാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ചും വാണിംഗും കൊടുത്തിട്ടില്ല. ഷാരി ഗാർഡിന് ഒരു പ്ലാസ്റ്റിക് കവറിംഗ് കൊടുത്തിട്ടുണ്ട്. സൈലൻസറിൻ്റെ ഡിസൈൻ വളരെ കോമ്പാക്റ്റും മിനിമലുമാണ്. ഇതൊട്ടും പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല. കിക്ക് സ്റ്റാർട്ടർ കൊടുത്തിട്ടില്ല. എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഫുള്ളി ഡീറ്റെയിലാണ്. ഇതിൽ ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ടൈം, ഫ്യൂവൽ ഗേജ്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, 2 ട്രിപ്പ് മീറ്റേഴ്സ്, ബാറ്ററി വോൾട്ടേജ് ഇത്രയാണുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൻ്റെ ബ്രൈറ്റ്നസ് 5 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡ്യുവൽ ടോൺ കളറിംഗ് ആണ് ഫ്രണ്ടിലെ മഡ്ഗാർഡിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കട്ട്സ് ആൻഡ് ക്രീസ് കൊടുത്ത് സ്പോർട്ടിയാക്കാൻ നോക്കിയിട്ടുണ്ട്. USD ഫോക്സ് ഷോയുടെ ആണ്. അലോയ് വീലിൽ ബ്ലൂവും വൈറ്റും സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ സെക്ഷനിൽ ചെറിയ കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് റെയിൽ സ്പ്ലിറ്റ് ടൈപ്പാണ്. സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഇതിൽ ഡീസൻറ്റ് കുഷനിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വൈഡുമാണ് സീറ്റ്. മസ്കുലർ ഷേപ്പുള്ള ടാങ്കിന് ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹോണ്ടയുടെ എംബ്ലവും ഒരു കാർബൺ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇഗ്നിഷൻ കീഹോൾ ടാങ്കിൽ തന്നെയാണ് വരുന്നത്. ടാങ്ക് ഷ്രൗഡിൽ എയർ പാസിനായിട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഇതുപോലെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. വയേഴ്സ് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും എക്സ്പോസ്ഡ് ആയിട്ടില്ല. സ്വിച്ച് ഗിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ പാസ് സ്വിച്ച്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, എൻജിൻ കിൽ സ്വിച്ച്, ഹസാർഡ് ലൈറ്റ് ബട്ടൺ, എൻജിൻ സ്റ്റാർട്ടർ ബട്ടൺ ഇത്രയാണുള്ളത്. റിയർ വ്യൂ മിറേഴ്സിന് കുറച്ചുകൂടി വലുപ്പം കൊടുക്കാമായിരുന്നു തോന്നി. സീറ്റിംഗ് പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ സിംഗിൾ പീസാണ്. എന്നാലും അധികം വിട്ടില്ല ഇതിന്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്താണ് ഇരിക്കുന്നത്. അധികം സ്പോർട്ടി അല്ല. ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ മിഡിൽ സെറ്റാണ്. അതുപോലെ തന്നെ മുട്ട് കറക്റ്റായിട്ട് ഈ പൊസിഷനിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. ഹൈറ്റ് കൂടി ആൾക്കും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സീറ്റ് ഹൈറ്റ് വളരെ ലോയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ഫിഗർ ഹോണ്ട ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 176 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എനിക്ക് 2 സൈഡിലും പാൻറ്റ് ഫുഡ് ലഭിക്കുന്നുണ്ട്. പില്ലൻ സീറ്റ് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. എന്നാലും അധികം ബുദ്ധിമുട്ട് വരുന്നില്ല. ഗ്രാബ് റെയിലിൻ്റെ പൊസിഷൻ ഹാൻഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹോൾഡ് ചെയ്യാനും ഈസിയാണ്. എഞ്ചിൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 184.4cc എയർ കൂൾഡ് എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം 17 bhpയും 16 Nm ടോർക്കുമാണ്. ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ എൻഡ് ടോർക്ക് തന്നെയാണ്. നല്ല രീതിയിൽ ലോ എൻഡ് പഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് സിറ്റിയിലാണ് അറിയാൻ സാധിക്കുന്നത്. സിറ്റി റൈഡിങ്ങിലൊക്കെ നമുക്ക് അധികം ഗിയർ ചേഞ്ച് ഇല്ലാതെ തന്നെ പോകാവുന്നതാണ്. ഇനി അധികം ഗിയർ ചേഞ്ച് നടത്തിയാലും ലൈറ്റ് ക്ലച്ചും അത്യാവശ്യം സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആയ ഗിയർ ബോക്സും ഇതിനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇതൊരു ഹോണ്ട ആയതുകൊണ്ട് തന്നെ വളരെ റിഫൈൻഡ് ആണ് എഞ്ചിൻ. ഏകദേശം 7000-8000 RPM എടുക്കുമ്പോൾ മാത്രമാണ് ചെറിയ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നത്. അതും ഫുഡ് പെഗിലേക്കാണ് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുവരെ എഞ്ചിൻ വളരെ സ്മൂത്താണ്. 70 to 80 km/h അധികം വൈബ്രേഷൻസ് ഇല്ലാതെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകുന്നതാണ്. എന്നാൽ അത് കഴിയുമ്പോഴത്തേക്കും വിൻഡ് ബ്ലാസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. റൈഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോശം റോഡിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ അൺഈവൻനെസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ സ്റ്റിഫ്നെസ് കൊണ്ട് കോർണേഴ്സിലൊക്കെ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. റൈഡ് ക്വാളിറ്റി കുറച്ചുകൂടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് സീറ്റിൽ കംഫർട്ടബിൾ ഓടിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന് വെയിറ്റ് കൂടി അധികം ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സീറ്റിൽ മനൂർ ചെയ്യാവുന്നതാണ്. ബ്രേക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്സ് നല്ല ബൈറ്റ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കിൽ ABS ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്ക് വീൽ ലോക്ക് ആവുന്നുണ്ട്. ഏകദേശം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 50 km/l. 12 ടാങ്ക് കപ്പാസിറ്റി വെച്ച് ഏകദേശം 600 km ടാങ്ക് റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് വരുന്നത് 750 to 1000 km.
ഫസ്റ്റ് സർവീസ് കോസ്റ്റ് വരുന്ന ഏകദേശം 500 രൂപയ്ക്ക് അടുത്താണ്. ബാക്കി ഓരോ സർവീസും വരുന്നത് ഓരോ 6000 കിലോമീറ്ററുമാണ്. സ്റ്റാൻഡേർഡ് വാറണ്ടി ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്ന 3 വർഷം അല്ലെങ്കിൽ 42,000 കിലോമീറ്ററാണ്. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് 3 വർഷവും 40,000 കിലോമീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. കേരളത്തിലെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ 1.35 ലാക്സ് ആണ്. കൂടാതെ റെപ്സോൾ എഡിഷൻ വരുന്നുണ്ട്. ഇതിന് 2000 രൂപ കൂടാണ്, അതായത് 1.37 ലാക്സ് വരുന്നുണ്ട്. ഹോണ്ട 2.0 പ്രൈസ് റേഞ്ചിൽ വരുന്ന ബൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പാച്ചെ RTR 200 4V, ബജാജ് പൾസർ NS 200, FC25 ഇതൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹോണ്ട 2.0 വാല്യൂ ഫോർ മണി ആണെന്ന് ചോദിച്ചാൽ ഒന്ന് സംശയിക്കേണ്ടി വരും. അപ്സൈഡ് ഡൗൺ ഫോക്സിന് പകരം സേഫ്റ്റി ഫീച്ചേഴ്സായ ഡ്യുവൽ ചാനൽ ABS-ഉം സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫും കൊടുത്തിട്ട് പ്രൈസ് ഒന്ന് കോമ്പറ്റീവ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഹോണ്ട 2.0. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. See you soon.